ഇന്നും ഒരു കുറുമ്പിന്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ കുറച്ചൊക്കെ മുതിർന്നു. എന്നാലും യശോദാമ്മ എല്ലാ ദിവസവും കുളിപ്പിച്ച് പുറപ്പെടുവിച്ച് നന്നായി ഒരുക്കി നിർത്തും. എന്നിട്ട് യശോദ ഭഗവാന്റെ അടുത്ത് ചോദിക്കേ, അല്ല കണ്ണ, ഇന്ന് നീ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയും, ഇല്ല അമ്മേ, ഇനി അമ്മയുടെ ഉണ്ണി കുറുമ്പ് ഒന്നും കാണിക്കില്ല എന്ന് പറയും. അപ്പോൾ യശോദാമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ടോ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. എന്നിട്ട് കളിക്കാനായിട്ട് പോകുക. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാ കുട്ടികളുണ്ട്, കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നടന്നു പോകുന്ന വഴിക്ക് ഈ വെണ്ണക്കൂടും പാൽക്കൂടും ഒക്കെ ഇരിക്കുന്ന കാണും. എന്നാലും ഭഗവാൻ ചിന്തിക്കും, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കുറുമ്പൊന്നും കാണിക്കില്ല എന്ന്, അതൊന്നും ഞാനതൊന്നും എടുക്കാൻ പോകില്ല, അതൊന്നും കാണാത്ത ഭാവത്തിലാട്ടോ അങ്ങനെ നടന്നു പോണത്. അങ്ങനെ ഒരു ഗോപിക അവിടെ നിന്നിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, അല്ല കൃഷ്ണ, ഇന്ന് നീ കളിക്കാനൊന്നും പോകണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പോകേണ്ട കാര്യം ഞങ്ങൾ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ വരൂ, എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അതെ, അങ്ങേ വീട്ടിലെ ഗോപിക ഉണ്ടല്ലോ, അവൾ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു പലഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. എന്നിട്ട് ഇതുവരെ ഉണ്ടാക്കിയെന്നില്ല, എന്നെ കൊതിപ്പിച്ചിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോകാം അവളുടെ വീട്ടിലേക്ക്, എന്നിട്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കഴിക്കാം എന്നും പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഏയ് ഞാനില്ല, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി മോഷ്ടിക്കൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയില്ലേ കണ്ണാ, നീ അത് കഴിച്ചു നോക്കിയിട്ടുണ്ടോ, എന്തൊരു രുചിയാണെന്നറിയോ എന്ന് ചോദിച്ചിട്ടോ ഗോപിക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഏയ് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ വേഗം, അതിന് സമയം കളയാനൊന്നുമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ വരില്ല, ഞാനൊന്നും മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗോപിക ചോദിച്ചേ, അപ്പോൾ നീ വെണ്ണയും പാലും തൈരൊക്കെ മോഷ്ടിച്ചതോ? അല്ല, അത് പിന്നെ പണ്ടല്ലേ. പണ്ടൊന്നുമല്ല, നീ എൻ്റെ കൂടെ എന്തായാലും വാ, എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എൻ്റെ കൃഷ്ണ. അവളാണെങ്കിൽ കുറച്ച് ദിവസമായി എന്നെ പറഞ്ഞ് പറ്റിക്കണു, സങ്കടം കൊണ്ടാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയെയും അതുപോലെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരെയും വിളിച്ചിട്ട് ആ ഗോപികയുടെ ഗൃഹത്തിലേക്ക് പോയി. അപ്പോൾ അവിടെയാണെങ്കിലും അവരൊന്ന് ചെറുതായി മയങ്ങുന്നേ. കാരണം അതിരാവിലെ തന്നെ എണീറ്റിട്ട് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാനായിട്ട് കിടന്നതാ. അപ്പോൾ ഇവർ ചെന്നപ്പോൾ നിറയെ പലഹാരങ്ങൾ, നല്ല പാൽക്കട്ടികൾ, മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിരത്തി വെച്ചിരിക്കുക. അങ്ങനെ കണ്ടപ്പോൾ തന്നെ കൊതിയൂറിട്ടോ. വേണ്ടുവോളം എല്ലാവരും ഇരുന്ന് കഴിച്ച് വയറ് നിറച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ ഗോപികയാണെങ്കിലോ ഉണർന്ന് നോക്കിയപ്പോൾ പലഹാരങ്ങളിലെ ഭൂരിഭാഗവും കാണാനില്ല. സാധാരണ കാണാതെയാകുമ്പോൾ അത് കണ്ണനെടുത്തൊന്നല്ലേ വിചാരിക്കുക, അതേപോലെ തന്നെ ഭഗവാൻ എടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് യശോദാമ്മയുടെ അടുത്തേക്ക് പരാതി പറയാനെത്തി. അപ്പോൾ പിന്നാലെ ഗോപികമാരൊക്കെ ഉണ്ട് കേട്ടോ പരാതി പറയാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, യശോദാമ്മേ, കണ്ണൻ ഞാൻ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേ ഗോപികയും കണ്ണനും കൂട്ടാളികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ. അത് പറയണേ, അതെ കണ്ണനാവില്ല മോഷ്ടിച്ചിട്ടുണ്ടാവുക, ആ സമയത്ത് കണ്ണനെ എൻ്റെ ഒപ്പം ആയിരുന്നല്ലോ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ കളിക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതുകൂടെ പറഞ്ഞപ്പോൾ ഈ ഗോപികയ്ക്ക് ആകെ സംശയമായി. കാരണം ഇനിയിപ്പോൾ ആരായിരിക്കും മോഷ്ടിച്ചിട്ടുണ്ടാവുക, ഈ ചെയ്ത ജോലിയൊക്കെ ഞാൻ ഇനി ആദ്യം മുതൽ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് തല പുകഞ്ഞിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൻ ഈ ഗോപികനെ നോക്കി കണ്ണിറക്കിയിട്ടേ വയറ് നിറച്ച് പലഹാരം കഴിച്ചിട്ട് ഇരിക്കുകയാണ് അവിടെ.